ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ കുഞ്ഞു സ്വർഗത്തിൻ്റെ ഹോം ടൂറാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ പേര് കാർത്തിക എന്നാണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഓരോ വീഡിയോസിൻ്റെ കമൻസായിട്ട് വരുന്നുണ്ട്, ഹോം ടൂർ ചെയ്യാമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണിത്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെ ഒടുവിലാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥലം നമ്മൾ വാങ്ങിയത് തന്നെയാണ് കേട്ടോ. 3 വർഷം നമ്മൾ സ്ഥലം വാങ്ങിയിട്ടു. അതിന് ശേഷമാണ് നമ്മൾ വീട് വെച്ച് തുടങ്ങിയത്. വീട് പണി നമ്മൾ പിന്നെ ഒരു 1.5 വർഷം കൊണ്ട് നമ്മൾ തീർത്തു. അപ്പോൾ കാർത്തിക എന്നാണ് കേട്ടോ വീടിൻ്റെ പേര്. അപ്പോൾ വെൽക്കം ടു അവർ ഹോം. എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് നമ്മളുടെ ലിവിങ് ഏരിയയാണ് കേട്ടോ. അപ്പോൾ സീലിങ്ങൊക്കെ നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത് ജിപ്സം വർക്കിൽ തന്നെയാണ്. അപ്പോൾ ഒറ്റ ഹാളിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ലിവിങ്, ഡൈനിങ്, പിന്നെ ഓപ്പൺ കിച്ചൺ അങ്ങനെയാണ് കേട്ടോ നമ്മളുടെ വ്യൂ വരുന്നത്. പിന്നെ താഴെ 2 ബെഡ്റൂം, മുകളിലും 2 ബെഡ്റൂം. അപ്പോൾ ലിവിങ്ങിൽ നമ്മൾ ഇതാക്കൊണ്ട് ലിവിങ്ങിൻ്റെ ഒരു സൈഡിലാണ് നമ്മുടെ പൂജ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പൂജ റൂം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഏരിയ. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടദേവത കൃഷ്ണൻ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഒരു കൃഷ്ണഭക്തിയാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ലിവിങ്ങിൽ ഒരു കോർണർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ് ആണ് കേട്ടോ. നമ്മുടെ ഡൈനിങ്ങിൻ്റെ സീലിങ്ങും ജിപ്സത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ 3 ലൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാളിൽ നിന്ന് ചെറിയൊരു പാർട്ടീഷൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ ഡൈനിങ് ഒരു 6 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ടേബിൾ തന്നെയാണ് കേട്ടോ. അതിൽ 2 ചെയർ ഞാൻ മാറ്റി വെച്ചതാണ്. കാരണം മക്കൾ വെറുതെ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിച്ചപ്പോൾ 2 ഞാൻ മാറ്റി വെച്ചതാണ്. ലിവിങ് ഏരിയയിൽ സോഫയുടെ കൂടെ തന്നെ നമുക്കൊരു ദിവാൻ കോട്ടും കൂടെ ഉണ്ട് കേട്ടോ. അത് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ലിവിങ്ങിൽ നമ്മൾ TV യൂണിറ്റും സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ പിന്നെ നമ്മുടെ ഒരു TV ഏരിയ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഡൈനിങ്ങിലാണ് നമ്മൾ 6 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ടേബിളും സെറ്റ് ചെയ്തു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ താഴെയുള്ള ബെഡ്റൂം. അപ്പോൾ ഈ ബെഡ്റൂം ഒരു വൈറ്റ് വുഡ് തീമിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സീലിങ്ങും കർട്ടനും വാൾഡ്രോബും ബെഡ് കോട്ടും എല്ലാം നമ്മുടെ ഈ സൈഡിലുള്ള മിററിൻ്റെ സൈഡിലുള്ള ഓർഗനൈസിൻ്റെ എല്ലാം നമ്മളൊരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൻറ്റർ കട്ടിലാണ് നമ്മൾ ആ റൂമിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമാണ് കേട്ടോ ഇതൊരു കിഡ്സ് റൂമാണ്. ഇതൊരു പിങ്ക് ആൻഡ് വൈറ്റ് തീമിൽ നമ്മളിത് ചെയ്തു. ഇതിൻ്റെ ബാത്റൂമും ഒരു പിങ്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. ഇവിടെ 3 ഡോറുള്ളൊരു വാൾഡ്രോബും സൈഡിലൊരു മിററും നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൂം കിഡ്സ് റൂം ആക്കിയിട്ട് ഞങ്ങൾ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളറാണെങ്കിലും സീലിംഗ് ആണെങ്കിലും മൊത്തം ഇതിൽ നമ്മൾ സൈഡിലാണ് കേട്ടോ ബെഡ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മക്കളുടെ ഒരു പഠിക്കുന്ന ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഞങ്ങൾ വെച്ചു. പിന്നെ ഇതിൻ്റെ ബാത്റൂമും പിങ്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. അതിൽ നമ്മളൊരു മിററും കോർണർ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് നമ്മൾ എടുത്ത് പറയാനുള്ളത്, ഒരുപാട് സീലിങ്ങിൻ്റെ ഫോട്ടോസുകൾ നോക്കിയിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് കിഡ്സ് റൂമിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വീടിൻ്റെ സീലിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ മൊത്തം പണികളാണെങ്കിലും എല്ലാം എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്, എൻ്റെ ഓപ്പൺ കിച്ചൺ. വീട് വയ്ക്കുന്ന സമയത്തെ എൻ്റെ ഒരു ആഗ്രഹം ഓപ്പൺ കിച്ചൺ ആയിരിക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. അത് ഹസ്ബൻഡിനോട് പറഞ്ഞ സമയത്ത് ആളും അതിന് ഫുൾ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും നമ്മളോട് അത് വേണ്ട, നമ്മൾ ജോലി ചെയ്യുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞപ്പോഴും എന്തോ ഓപ്പൺ കിച്ചൺ തന്നെ മതി എന്നുള്ളൊരു തീരുമാനത്തിലെടുത്തു. ആ തീരുമാനം ഇന്നും ശരിയായിട്ട് നിൽക്കുന്നുണ്ട്. 1 വർഷം 1.5 വർഷമാവാറായി വീട് വെച്ചിട്ട് ഇതുവരെ ഈ ഓപ്പൺ കിച്ചണിൽ നിന്നിട്ടൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ സൈഡിലായിട്ട് വേറൊരു വർക്കിംഗ് കിച്ചണും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കിച്ചണിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് വർക്കിംഗ് കിച്ചണിലേക്കാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു വിറകടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് അത് പഴയ തന്നെയാണ് കേട്ടോ. പിന്നെ അതിനൊരു കഥയുണ്ട് കേട്ടോ. എൻ്റെ വലിയ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. അതുകൊണ്ടാണ് അത് മാറ്റാത്തത്. വീട്ടിലേക്കുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ വാങ്ങിയത്. നമ്മൾ ആരെയും കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടെല്ലാം ഞങ്ങൾ തന്നെയാണ് കേട്ടോ സെറ്റാക്കിയത്. പിന്നെ നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിച്ചണിൽ നൽകിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചണിൽ നമ്മൾ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ സ്റ്റെയറിൽ കയറി പോകുന്നത് സ്റ്റെയർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് കേട്ടോ. ബ്ലാക്കും ഗ്രാനൈറ്റും വൈറ്റ് ടൈലും കൂടിയാണ് കേട്ടോ. ഇത് നമ്മളുടെ സ്റ്റെയറിൻ്റെ മുകളിലുള്ള ഭാഗമാണ്. നമ്മളുടെ ഇൻഡസ്ട്രി കൊണ്ട് തന്നെയാണ് നമ്മളിതിൻ്റെ
ഹാൻഡിലൊക്കെ വെച്ചിട്ടുള്ളത്. മുകളിൽ നമ്മൾ വലിയൊരു ഹോളും 2 ബെഡ്റൂമാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് മക്കൾ കളിക്കാൻ വന്നിരിക്കുന്ന സ്പേസ്. നമ്മളിവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ആയിരുന്നത് 2 അച്ഛന്മാരും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ. ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ എല്ലാ ഓട്ടവും പാച്ചിലും ഞങ്ങൾക്ക് തന്നെയായിരുന്നു. ഏട്ടൻ വരുമ്പോഴത്തേക്ക് നമ്മൾ വീട് സെറ്റാക്കിയിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യൽ കുറവാണ്. താഴത്തെ റൂമിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇതാദ്യം പ്ലാൻ വരച്ച സമയത്ത് ഒരു സിറ്റ് ഔട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ താഴെ 2 റൂമും മുകളിൽ റൂമും പിന്നെ ഒരു സിറ്റ് ഔട്ട് എന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ പണികൾ മൊത്തം ചെയ്തിരുന്നത്. നമ്മളിവിടെ ഗ്ലാസ് വെക്കുന്നതിന് മുന്നേ നമ്മളിവിടെ ജാളി കട്ടകൾ ഫിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗ്ലാസ് ഇട്ട റൂം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കർട്ടനൊക്കെ തുറന്ന് ഒരു ഗ്ലാസ് ഇട്ട റൂം, സ്ലൈഡുള്ള ഗ്ലാസ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യൂ ഉള്ളത് ഒരുപാട് ഒരു റിസോർട്ട് ടൈപ്പിലുള്ള ഒരു ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം വീട് പണിയുടെ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചു. പിന്നെ എപ്പോഴോ ഏട്ടനോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് ആൾ എൻ്റെ ഇഷ്ടത്തിൽ നിന്നു. നമ്മൾ ആ ജാളി കട്ടകൾ വെച്ചതെല്ലാം ഏട്ടനെ പണിക്കാരെ കൊണ്ട് അതെടുത്ത് മാറ്റിച്ചു. ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ പണി തീർന്ന വീടിൻ്റെ മൊത്തം നമ്മൾ ജാളികൾ ഒഴിവാക്കിയിട്ടോ. പിന്നെയാണ് നമ്മുടെ ഗ്ലാസിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ നോക്കി അതൊരു ഗ്ലാസ് ഇട്ട് റൂമാക്കി സെറ്റാക്കിയിട്ട് ഇനി കുറച്ച് പണികളും കൂടെ അവിടെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഇത് മുകളിലുള്ള അടുത്തൊരു കിഡ്സ് റൂമാണ്. അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. ഇത് കിച്ചുവിന് ഭാവിയിൽ ഉപയോഗിക്കാനുള്ള റൂമും കൂടിയാണ് കേട്ടോ. ഇത് നമ്മളൊരു ബ്ലൂ വൈറ്റ് തീമിലും പിന്നെ സീലിംഗ് ഒരു വുഡ് വൈറ്റ് തീമിലോട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ബാത്റൂം വലിയൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. നമ്മളിതിൽ ബാത്ത് ടബൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. ഓൺലി നമ്മളൊരു ഷെൽഫ് വെച്ചിട്ട് അവിടെ കുറച്ച് ബുക്കുകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് വായിക്കാനും ഫ്രീ ആകുമ്പോൾ എനിക്ക് വായിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബാത്റൂം ആണിത്. അതൊരു ഗ്രീൻ വൈറ്റ് ആണ് കേട്ടോ. ബാത്റൂം നല്ല സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ്. പിന്നെ മുകളിലുള്ള ഓപ്പൺ ടെറസിലാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീനും അലക്കിയത് ആറിടാനുള്ള സ്പേസൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇനി ഒരു സ്ലൈഡിങ് ഗ്ലാസ് വെക്കണം എന്നാണ് പ്ലാൻ. അവിടെ ചെറിയ ചെറിയ പ്ലാനുകൾ വേറെ ഉണ്ട് കേട്ടോ. അത് നടക്കോ ഇല്ലേ അറിയാത്തവനാണ് കേട്ടോ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാത്തത്. അങ്ങനെ വീടിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തല്ലോ. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ, ഈ വീടിൻ്റെ മൊത്തം ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ആൾക്ക് ഇൻറ്റീരിയറിൻ്റെ വർക്കാണുള്ളത്. അപ്പോൾ ആളുടെ ഫുൾ സപ്പോർട്ട് കൂടി പിന്നെ ആളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഇതിലാണ് നമ്മുടെ ഈ വീടിൻ്റെ പണി പെട്ടെന്ന് നമുക്ക് തീർത്ത് തന്നിട്ടുള്ളത്. നമ്മൾ പാല് കാച്ചി കയറിയതിന് ശേഷമാണ് ബാക്കി ഒരു 10 ദിവസം കൊണ്ട് ഹൗസ് വാമിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ രാവിലെ രാത്രി എന്ന രീതിയിൽ ഒരു റെസ്റ്റും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നത് നമുക്ക് അനിയൻ തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മളുടെ വീടിൻ്റെ നൈറ്റ് വ്യൂ. അപ്പോൾ രാത്രി നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ വ്യൂ. മുകളിൽ ഗ്ലാസ് ഇട്ട് റൂം ഞാൻ പറഞ്ഞില്ല. അത് ഒരാഗ്രഹം അന്ന് ഏട്ടനോട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതൊരു സിറ്റ് ഔട്ട് ആയേനെ കേട്ടോ. എന്തോ നമുക്കുള്ളത് നമ്മൾ തന്നെ എത്തിച്ചേരുമെന്ന് പറയുന്ന പോലെയാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കാർത്തിക എന്ന കുഞ്ഞു സ്വർഗം.